ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത്ത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേ 22 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചാണ്. ഓക്കെ, അവസാനത്തെ 70 ദിവസത്തിൽ നമുക്ക് ഡേ 22 ആയിട്ടുണ്ട് പ്രിലിംസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളായിരിക്കും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അതിലൊന്ന് നിങ്ങൾ ഈ ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ 70 ഡേ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിലിംസിൻ്റെ ലാസ്റ്റ് 70 ഡേയ്സിൻ്റെ ഡേ 22 ആണ്. ഇനി ഏകദേശം ഒരു 50 ദിവസം കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് നമ്മളെ റിവിഷനൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ ടോപ്പിക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക്ക് ഏകദേശം കവറായിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു എക്സാമിന് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ കിടക്കും, എൻവയോൺമെൻറ്റ് കിടക്കും. അതിനുശേഷം സയൻസ് ഉണ്ട്. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഏകദേശം സ്റ്റാറ്റിക് ടോപ്പിക്കുകളെല്ലാം കവറാവും. പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദിവസം എന്ത് ചെയ്യുക, ഇന്ന് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ നിൽക്കുക. അഥവാ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ പെൻഡിങ് ടോപ്പിക്കുകളും, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും നേരത്തെയിലെങ്കിലും ഉണ്ടത് റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ബാക്കി ടാർഗറ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് എടുക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, ഇന്നൊരു ഹാഫ് ഡേ ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നാളെ എന്ത് ചെയ്യുക, അത് ബാക്കി അതിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ള മെയിനായിട്ടുള്ള പോയിന്റുകളെന്ന് പറഞ്ഞാൽ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് പെൻഡിങ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞതാണ്. നമുക്കിനി പെൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്സ് ഇടയ്ക്ക് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വീക്കെൻഡ് വെച്ച് 60 പേജ് വെച്ച് നമുക്കിപ്പോൾ പോവാം. ഇപ്പോൾ നമ്മൾ ജൂലൈയിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ ഏകദേശം 60 മുതൽ 120 പേജ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ബാക്കി പോളിറ്റി എക്കണോമി നമ്മൾ ഏകദേശം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് റിവൈസ് ചെയ്യുക. പോളിറ്റി എക്കണോമിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ റിവിഷന് നിങ്ങൾ മുടക്കാതെ തന്നെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നതാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാം. ഓക്കെ, ഇന്ന് മൗര്യൻ പീരീഡിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്ന് മിക്കവാറും ഇടാൻ പോകുന്നത്. മൗര്യൻ പീരീഡിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ബാക്കി നമുക്ക് നാളെ കവർ ചെയ്യാം. മാക്സിമം ആൻഷ്യൻ്റ് ഹിസ്റ്ററി നമുക്ക് നാളെ കൊണ്ട് കവർ ചെയ്യാൻ നോക്കാം. അതിനുശേഷം മെഡീവൽ ഇന്ത്യയും പിന്നെ അതുപോലെ തന്നെ മെഡീവൽ ഇന്ത്യ കവർ ചെയ്യും. മെഡീവൽ ഇന്ത്യക്ക് ശേഷം നമുക്ക് എൻവയോൺമെൻറ്റിലേക്ക് കിടക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആൻഷ്യൻ്റ് തീർത്തിട്ട് എൻവയോൺമെൻറ്റിൽ നേരെ കിടക്കും, എന്നിട്ടായിരിക്കും മെഡീവൽ ഇടുന്നത്. അത് നമ്മളെ സൗകര്യം പോലെ. കാരണം എൻവയോൺമെൻറ്റ് എനിക്ക് നാളെ തുടങ്ങണം. നാളെ മറ്റന്നാൾ തൊട്ട് എൻവയോൺമെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു കവറേജും റിവിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. എൻവയോൺമെൻറ്റ് സയൻസ് ഉണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കുകളായതുകൊണ്ട് നമുക്ക് അത് ആദ്യം ഇന്ന് കവർ ചെയ്യാം. ഇത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് മാപ്പിംഗിൻ്റെ ഒരു സെഷൻ ചെയ്യാം. ഓക്കെ, മാപ്പിംഗ്, ഇന്ത്യയുടെ മാപ്പിംഗ് ആയാലും വേൾഡിൻ്റെ മാപ്പിംഗ്, അപ്പോൾ 2 മാപ്പിംഗ് സെഷൻ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ട് വേണം ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഒരു സെഷൻ കൂടി ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇടാം. ബാക്കി ഹിസ്റ്ററി ആയാലും പോളിറ്റി റിവിഷനായാലും എക്കണോമി റിവിഷനായാലും നമുക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 360 ഡിഗ്രി കവറേജ് കിട്ടും. പിന്നെ കവറേജ് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഈ ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, MCQs കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് നമുക്ക് കൂടെ പോകാമെന്നുള്ളത്. കാരണം MCQ സോൾവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പഠിക്കണ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമുക്ക് നല്ല ഡൗട്ട് വരും. അതുകൊണ്ട് തന്നെ MCQ കൂടെ സോൾവ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മുടെ ഈ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നവർ ഈ ഒരു ടാർഗറ്റ് ഫോളോ ചെയ്യുന്നവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ടാർഗറ്റുകൾ ഫിനിഷ് ചെയ്യുക. ഈ വീക്കെൻഡുള്ള പെൻഡിങ്ങുകളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ MCQ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 100 ക്വസ്റ്റ്യനായിട്ട് എടുത്ത് വെച്ച് ചെയ്യുന്ന ഒരു സീരീസായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഇപ്പം പറ്റില്ല. നമുക്ക് എന്തായാലും നമുക്ക് ബേസിക് സാധനങ്ങൾ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതും കൂടെ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. നാളത്തെ എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.